മടിയനല്ല എലീശ, ഉത്സാഹിയായ എലീശ. Elisha is not lazy, he is very hardworking. അപ്പന്റെ വയലിൽ കാളകളെയും കൊണ്ട് ഉഴുതു മറിച്ചു കൊണ്ടിരുന്ന സമയത്ത്, when he was plowing the field of his father with oxen out there, ഒരു കാള ഇല്ലാഞ്ഞപ്പോ, when there was no ox, അതിനോട് ചേർന്ന് അതിന്റെ കൂടെ നിന്ന് ആ നിലം ഉഴുതു മറിച്ച ഒരു എലീശയെ നമുക്ക് അവിടെ he stood by the other ox and just plowed the field with it. ആമേൻ. അവന്റെ മേലിൽ ദൈവത്തിന്റെ ആത്മാവ് പിന്നീട് പുതപ്പെട്ടു. Then later on, Spirit of God made a blanket of Holy Spirit. ഏലിയാവ് അല്ലിട്ടത്, not Elijah, ഏലിയാവിലൂടെ ദൈവമായിട്ടത്. but God put it upon him. എന്നിട്ട് കർത്താവിന്റെ ആത്മാവ് ഏലിയാവിനോട് എന്താ പറഞ്ഞത്? ഞാൻ എന്തു ചെയ്തു എന്ന് നീ അറിയണം. And God said to Elijah, you should know what I have done. അതുവരെ ചെയ്ത രീതികളും ശീലങ്ങളും ഹല്ലേലൂയ അവൻ മാറ്റിയിട്ട് പുതപ്പിട്ടവന്റെ പുറകെ നടന്നു. He left all the practices and went after the one who put that blanket. മറ്റിതര ശിഷ്യന്മാരെക്കാൾ വ്യത്യസ്തനായി നടന്നു. He walked ahead as a different than other disciples. പുതപ്പ് ലഭിച്ചാൽ, if you receive the blanket, പുറപ്പാടുണ്ട്. there is an exodus. അഭിഷേകം ലഭിച്ചാൽ, if you receive the anointing, യോർദാനുകൾ വഴിമാറും. Jordan will get separated. ഇന്ന് പകൽക്കാലം ചിലരോട് പറയുക, നിന്റെ ജീവിതത്തിലെ ഹല്ലേലൂയ യോർദാന്റെ അനുഭവങ്ങൾ വഴിമാറാൻ ഒരു പുതപ്പ് നിന്റെ മേൽ വരണമെന്ന് ആത്മാവ് പറയുന്നു. God is saying you should have a blanket for a Jordan to get separated. Shudarabaka sebe bebo koso. Uralaba raba.